കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. ഇന്നൊക്കെ ദുർഗാഷ്ടമി, അന്നെ നമ്മളെ കൊന്ന് അന്റെ രക്തത്തെ നമ്മളെ കുടിച്ച് പൊങ്കാല നടന് മാടും അവന്റെ മൂസക്കായേ മാണ്ട മാണ്ടെന്നൊന്നും പറയല്ലേ. ജഡ്ജസ് കുത്തിരിക്കുണ്ട്. താങ്ക് യു. എന്തായാലും ഈ തടിച്ചുകൂടിയ ജനങ്ങളോടൊക്കെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മളേവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഞങ്ങളൊരു ചെറിയൊരു സ്ഥാപനമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന്റെ ഒരു ഫംഗ്ഷനിൽ എന്തായാലും ഈ തടിച്ചുകൂടിയ ജനങ്ങളോടൊക്കെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മളേവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഞങ്ങളൊരു ചെറിയൊരു സ്ഥാപനമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് എത്തിയിട്ടുള്ളത്. കുമ്പങ്ങാട് കോയ കുഞ്ഞാപ്പു. ഇത് സോഷ്യൽ മീഡിയയിൽ അത്രയും ഇൻഫ്ലുവൻസ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വീകാര്യ മുറിയിൽ സജീവ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു വേദി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സദസ്സിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്രയും പിഞ്ചോമന കുഞ്ഞുങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതവർ ചെയ്യുന്ന ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയോട് കാണിക്കുന്ന ആ ഒരു കൂറ് തന്നെയാണ്. എന്തായാലും സന്തോഷം. ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു പങ്കാളി എന്നുള്ള നിലയ്ക്ക് ഈ സന്തോഷത്തോടെ ഞാൻ രണ്ടുപേർക്കും വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അവരുടെ ചില ചില പാട്ടുകളും കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും എന്ന ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുന്നു. കുറഞ്ഞ സംഗതി അവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഉപരി, അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തോട് അറിയിക്കുന്നു. അതുപോലെ ഗുഡ് ഫുഡ് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഫുഡുകളാണ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടുകാരായാലും അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളും വളരെ നല്ല രീതിയിൽ സഹകരിക്കുക എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കുമ്പങ്ങാട് കോയ എന്ന് പറയുന്ന എൻ്റെ ചെറു സുഹൃത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിന്, അത് മാത്രമല്ല കേരള സമൂഹത്തിന്, അതുപോലെ പ്രവാസ ലോകത്തും ഇന്ത്യയിൽ തന്നെ പല മേഖലകളിലും ചാരിറ്റി മേഖലയിലൂടെ ഒരു സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കബീർ സാഹിബ്, ഡോക്ടർ കബീർ സാഹിബ് മച്ചിഞ്ചേരി സാഹിബ് അവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ എത്രയും തിരക്കിന്റെ ഇടയിലോ നമ്മുടെ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. ഏതായാലും ആദ്യ രണ്ട് വാക്ക് കബീർ സാഹിബിനെ സംസാരിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു, കാരണം അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു തിരക്ക് മനസ്സിലാക്കിക്കൊണ്ട് കബീർ സാഹിബിന് കൊടുത്തുകൊണ്ട് നമ്മുടെ കോയ കുഞ്ഞാപ്പ് നമ്മളോടൊപ്പം കുറച്ച് സമയമുണ്ട്. കാരണം ഇവരെന്റെ സുഹൃത്തുക്കളും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവരോട് നിൽക്കും, നമുക്ക് നമ്മളോടൊപ്പം കുറച്ച് സമയം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു പുതിയൊരു സംരംഭം കൂടി വരികയാണ്. ഗുഡ് ഫുഡ് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ നാട്ടിൽ. ഫുഡിന് മറ്റുള്ള നാട്ടുകാരുടെ ഇടയിൽ വളരെ ഫെമിലിയറാണ് പരപ്പനങ്ങാടിക്കാരെ ഫുഡ്. ഇവിടെ ഈ ഗുഡ് ഫുഡ് എന്നുള്ള റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ ഈ പുതിയ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലാല ടീമോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗുഡ് ഫുഡ് വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. ഇനി നമുക്ക് കോയക്ക് കൊടുക്കല്ലേ?
കോയ കുഞ്ഞാബു ഹാൻഡിൽ ചെയ്യട്ടെ. 2 മൈക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാട്ടും കളികളും ചിരികളായിട്ട് കുറച്ച് സമയം അവരാവട്ടെ. ഓക്കെ കുഞ്ഞാബു റെഡി? അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ അടികൊണ്ട് വരികയാണ്. നല്ല രസമുണ്ട്. ഇപ്പോ വന്നത് തന്നെ ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഫുഡാണ്. ഗുഡ് അടി എന്ന് പറഞ്ഞാലോ നല്ല അടിയാണ്. അപ്പൊ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ, വണ്ടി പോണോടത്തുനിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറിക്കാൻ പറഞ്ഞ എല്ലാവരും. അപ്പൊ ഇവിടെ വന്നതിനെ അടിച്ചു പൊളിക്കാനാണ് അല്ലേ? എന്നിട്ട് എന്താ മുണ്ടാ നിൽക്കണോ? ഒന്ന് കൈയടിക്കേ. അതാണ് പറ്റേ 2 വാക്ക് പറഞ്ഞാണ്. കൊമ്പങ്ങാട് കോയ അസ്സലാമു അലൈക്കും. ഇവര് അത്ര എനർജി ഇല്ലേ? നല്ലോണ്ട് ഉണ്ടോ? ഒന്ന് കൈയടിച്ചാൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കളറാക്കിട്ട് പോവാം. എന്തായാലും ഗുഡ് ഫുഡ് റെസ്റ്റോറൻറ്റിന് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച, നമ്മളെ ഈ നിലയിൽ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ, പാടണേ കുഞ്ഞാപ്പ. മതി മതി മതി. ഇവളെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചു. അവള് പാടും. ഓള് പാടും. പാടല്ലേ? ആ പാട്ടിന്റെ കുട്ടി ഒന്ന് പാടിയാണ്. പഠിക്കാം. നല്ലൊരു കാര്യം എടുത്താണ്. അതിനെ കാണണ്ടേ നിങ്ങക്ക്? കയ്യൊടിക്കും. അടിപൊളി. സാധാരണ കുട്ടികൾക്ക് പേടി ഉണ്ടാവില്ലേ? പോലെ നമ്മളടുത്ത് പോയി പേടിച്ചൊന്നുമില്ല. പാടുന്നുണ്ട്, കൂളായിട്ട് പാടാണ്. ഓള് പാടാനായിട്ട് വന്നോന്നു, തയ്യാറായി വന്ന പോലെ. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ വേണ്ടു പറ. നിങ്ങൾക്ക് അടി മാത്രം പറയാം. ആ വീഡിയോയിൽ മാത്രം കണ്ടാൽ മതി, പോരെ? അതാ നല്ലത്. ബാക്കിയുള്ളത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. ഇന്നത്തെ ദിവസം അടി ഇല്ലാതെ പോയിക്കോട്ടെ വെച്ചിട്ടാണ്. ചവിട്ടോ വേറെന്താണ്ട്? ഒരു സ്റ്റാർട്ടിങ് പഴംപൊരി ബീഫോ അത് പോകുമ്പോ അതല്ല, ഒരു മിമിക്രി ആയി പറ്റോ കുഞ്ഞാപ്പോ? പോയോ? ഇവിടൊക്കെ ഒരു മിമിക്രി എടുത്തു. അടച്ചോനെ ബോക്സിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയുന്നു. എനിക്കല്ല, ഓൽക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിമിക്രി ഇഷ്ടമാണ് നിങ്ങൾക്ക്? MIT മൂസ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, കണ്ടല്ലോ? അതിലുണ്ട് സുരഭി എന്ന് പറയുന്ന ഒരു പാത്തു താത്ത. പാത്തു എന്ന് പറഞ്ഞാലും വലിയ അറിയുള്ളൂ. പാത്തു. അപ്പൊ അതിന്റെ സൗണ്ട് എടുത്ത് സപ്പോർട്ട് ചെയ്യോ? ഉറപ്പാ? മീൻകാരൻ മൂസ ഇന്നെ കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ നമ്മളെ കൊന്ന് അന്റെ രക്തത്തെ നമ്മളെ കുടിച്ച് പൊങ്കാല നടനുമാടും അവന്റെ മൂസക്കായേ മാണ്ടാന്നൊന്നും പറയല്ലേ. ജഡ്ജസ് കുത്തിരിക്കൊണ്ട്. താങ്ക് യു. നല്ലൊരു കയ്യടിക്കാൻ വേണ്ടി വേറെ. അടുത്തത് നമ്മളെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരൊരു പാട്ട് പാടിയിട്ടുണ്ട്, പണ്ട് കാതലൻ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ മുന്നേ മൂപ്പര് 2-3 ഡയലോഗുകളൊക്കെ പറയും അല്ലേ? അപ്പൊ ആ സൗണ്ട് എടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പാ? അതയും താണ്ടി പുണിതമാണത്. താങ്ക് യു. മിത്ര ഇഷ്ടമായോ? താങ്ക് യു. നോക്കി മിക്രി കഴിഞ്ഞപ്പോ അയ്യോ നല്ല കൈയടിച്ചു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞോ? ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താ നമ്മൾ കാട്ട്? ഞാൻ ഒരു പണി കുഞ്ഞാപ്പൂര് ഞാൻ അടിച്ചെന്റെ അടി കിട്ടിയിട്ട് നോക്കാൻ കോലം. അനക്ക് പൂതിണ്ടോ?
തെക്കത്ത് തൊട്ടാൽ കുങ്കുമം കൊട്ടും, പുന്നകை പെട്ടാൽ മല്ലികை മുട്ടും, பார்த்தால் பருவம் மூச்சு முட்டும், காலடி ஓசை கம்பன கேட்டது அம்மம்மா. പിക്കാസോവിൻ ഓവിയമുണ്ട്, വിട്രോവാനിൻ സിംപതിയുണ്ട്, പെണ്ണായി മാറിയതോ അന്തപുരത്തിൽ മകറാണി. ഓ ഓ അന്തപുരത്തിൽ മകറാണി. ഇവൾതാൻ തായ്നാട്. വല്ലാത്ത സൂത്രക്കാരൻ പോലൊരു ദീവന്യല്ലേ കൂക്കിപ്പായുന്നത്. ഓദിത്തിത്താരാദിത്തിത്തെ ഓദിത്തിത്താരാദിത്തിത്തെ ആ കാര്യം നടത്താൻ നാട്ടാര്. 5 ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. 5 ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. நம்ம ஒரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. நம்ம ஒரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. சின்னால பட்டியல கண்டாங்கி எடுத்து என் கையால கட்டி விடவா. என் அத்தை அவத்தை என் சொத்தை அடிராக்கம்மா கல்யாண வைபோகமே. അമ്മായിടെ മോളെ ഞാനിക്കാകെ ചെയ്തിട്ടാകെ കുഴപ്പത്തില. അവൾ കലത്തേടി കൂല മുറ്റമാടിക്കൂല പല്ലു കുടിത്തെ കൂലേ. അമ്മായിടെ മോളെ ഞാനിക്കാകെ ചെയ്തിട്ടാകെ കുഴപ്പത്തില. അവൾ കലത്തേടി കൂല മുറ്റമാടിക്കൂല പല്ലു കുടിത്തെ കൂലേ. ഗുഡ് ഫുഡിന്റെ ഇനാഗ്രേഷന് വന്നതിന് എനിക്കും എൻ്റെ ഉപ്പച്ചിക്ക് നല്ല സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായോ? എത്ര സന്തോഷമായി? എനിക്കും നല്ല സന്തോഷമായി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. നല്ലൊരു കൈയടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.